നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് വിധി പറയാനിരിക്കെയാണ്. മലയാള സിനിമാ ലോകത്ത് എന്നല്ല കേരള സാംസ്കാരിക രംഗത്തിലുടനീളം വലിയ കോളിളക്കമുണ്ടായ കേസാണതിൽ എന്നതിൽ സംശയം ഒട്ടുമില്ല. സിനിമയ്ക്ക് അകത്തും പുറത്തുമുള്ള അധികാര സമവാക്യങ്ങളും സ്ത്രീവിരുദ്ധയും എല്ലാം പൊതുസമൂഹം ചർച്ച ചെയ്തതിലേക്ക് വഴിതെളിച്ചത് ഈ കേസാണ്. കേസിൽ പ്രതിസ്ഥാനത്ത് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ദിലീപ് വന്നത് തന്നെ ഈ വലിയ ചർച്ചയാകാൻ കാരണമായതും. മലയാള സിനിമയിലെ 5 സൂപ്പർ താരങ്ങളിൽ സീനിയോറിറ്റിയിൽ അഞ്ചാമൻ ആയിരുന്നുവെങ്കിലും സ്വാധീനം കൊണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനൊപ്പം അല്ലെങ്കിൽ അതിനു മുകളിൽ തന്നെയായിരുന്നു ദിലീപ് അവരോധിക്കപ്പെട്ടിരുന്നത്. എന്നാൽ നടിയെ ആക്രമിച്ച കേസ് കൊണ്ട് ദിലീപ് ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണു. 2020 എന്ന മലയാള സിനിമയിൽ നിന്നല്ല, ലോക സിനിമയിൽ അത്ഭുതങ്ങൾ ഒന്ന് വിജയകരമായി നിർമ്മിച്ചുകൊണ്ട് സിനിമാ ലോകത്ത് ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ദിലീപ്. അതിൽ നിന്നാണ് പൊടുപിടുന്നയുള്ള വീഴ്ച. നടിയെ ആക്രമിച്ച കേസിൽ ആദ്യം ഗൂഢാലോചന ആരോപിച്ചത് നടി മഞ്ജു വാര്യരായിരുന്നു. അതിനുശേഷമാണ് ദിലീപിലേക്ക് കേസ് പോകുന്നത്. അതോടെ മലയാള സിനിമയിലെ യുവതാരങ്ങളായ പൃഥ്വിരാജ്, ആസിഫ് അലി എന്നിവർ ശക്തമായി തന്നെ ദിലീപിനെതിരെ രംഗത്തെത്തി. താരസംഘടന അമ്മയിലെ ട്രഷററായിരുന്നു അക്കാലത്ത് ദിലീപ്. സംഘടനാപരമായ വലിയ സാന്നിധ്യം അക്കാലത്ത് ദിലീപിനുണ്ടായിരുന്നു. കേസിൽ ആരോപണ ശരങ്ങൾ ഉയർന്നപ്പോൾ പോലും ദിലീപിനെ പരസ്യമായി മാധ്യമപ്രവർത്തകരിൽ നിന്നും പ്രതിരോധിച്ച് മുകേഷ്, ഗണേഷ് കുമാർ സിദ്ദിഖ് എന്നീ സീനിയർ താരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അമ്മയ്ക്കുള്ളിൽ അപ്പോൾ തന്നെ കലാപം തുടങ്ങിയിരുന്നു. പൃഥ്വിയുടെ നേതൃത്വത്തിൽ യുവതാരങ്ങൾ ദിലീപിനെതിരെ രംഗത്തെത്തിയിരുന്നു. ദിലീപിന്റെ അറസ്റ്റിന് കാര്യങ്ങൾ നീങ്ങിയോടെ പരസ്യമായി തന്നെ താരങ്ങൾ രംഗത്തെത്തി. 2017 ജൂലൈ 11 ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നാലെ മമ്മൂട്ടിയുടെ വസതിയിൽ അമ്മ അടിയന്തരമായി യോഗം ചേർന്നാണ് ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതായി അറിയിച്ചത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്നായിരുന്നു ആസിഫ് അലിയുടെ നിലപാട്. ദിലീപ് എന്ന നടനിൽ നിന്നുള്ള ഒരു വ്യക്തിയിൽ നിന്നും പോലും ഇതുപോലുള്ള കുറ്റകൃത്യം ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് ആക്രമിക്കപ്പെട്ട നടിയുടെ അടുത്ത സുഹൃത്താണെന്നും ഈ സംഭവത്തിൽ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടെന്നും ആസിഫ് അലി അന്ന് അത് പറഞ്ഞു. അതേസമയം എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചില കാര്യങ്ങൾ ഉന്നയിക്കുകയും ഈ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തില്ലെങ്കിൽ തന്റെ നിലപാട് വ്യക്തമാക്കുമെന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു. യോഗത്തിൽ പ്രതികരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. എൻ്റെ കൂടെ നയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ്മെന്റാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ അതായിരിക്കും എൻ്റെ നിലപാട്. അല്ലാത്ത പക്ഷം എൻ്റെ പ്രതികരണം ഞാൻ അറിയിക്കും എന്നായിരുന്നു പൃഥ്വിരാജ് പറഞ്ഞത്. മലയാള സിനിമയിലെ അവസാനമായ സൂപ്പർതാര ശ്രേണിയിലേക്ക് ഉയർന്ന പൃഥ്വിയുടെ ഈ നിലപാട് അമ്മയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി. ദിലീപിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ യുവതാരങ്ങൾ സംഘടന വിടുന്നു എന്ന മുന്നറിയിപ്പും ഉയർത്തിയിരുന്നു. ദിലീപ് അറസ്റ്റോടെ നടൻ ജയറാമും ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിനെ കൈവിട്ടിരുന്നു. ഇത്തരമൊരു പ്രവൃത്തി ദിലീപിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും കടുത്ത വിഷമമുണ്ടെന്നും ഈ കാര്യത്തിലുണ്ടെന്നും ജയറാം പറഞ്ഞു. കലാഭവന്റെ മുന്നിൽ നിന്ന് 33 വർഷം തുടങ്ങിയ ബന്ധമാണ് ദിലീപും ഉള്ളതെന്നും ജയറാം പറഞ്ഞു. എന്നാൽ പിന്നീട് ദിലീപിനെ ജയിലിൽ പോകേണ്ടി വന്ന് ഓണക്കോടി കൊടുത്ത ജയറാമിന്റെ നടപടി വിവാദമായിരുന്നു. കുഞ്ചാക്കോ ബോബൻ, നവ്യ നായർ, രമ്യ നമ്പീശൻ, പാർവതി, റിമ കല്ലിങ്കൽ, രേവതി, ഗീതു മോഹൻദാസ് തുടങ്ങിയ താരങ്ങളും ദിലീപിനെതിരെ നിലപാടെടുത്ത് നടിക്ക് പിന്തുണ നൽകുകയും രംഗത്ത് വരികയും ചെയ്തു.